മക്കളെ സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ 9th CBSE നമുക്ക് ഹിന്ദി എന്ന് പറയുമ്പോൾ കോഴ്സ് എ, കോഴ്സ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടെക്സ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലെ NCERT-ൽ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വ്യാകരണമാണ്. എന്തായാലും മക്കൾക്ക് ഒരു കുറെ മാർക്കിന് എന്ത് വരും, നമ്മുടെ വ്യാകരൺ പാർട്ട് എന്തായാലും വരാൻ പോകുന്ന ഒരു സംഭവമാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം പഠിക്കാം. അതെന്തായിരുന്നു മക്കൾക്ക് അറിയാം, വാക്യഭേദമാണ് അല്ലെ. നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുണ്ടായിരുന്ന വാക്യഭേദമാണ്. എന്തായാലും അതൊന്നും ഒരു ക്വസ്റ്റ്യൻ വരും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർത്ഥ കെ ആധാർ പർ വാക്യഭേദമാണ്. അർത്ഥ കെ ആധാർ പർ, അർത്ഥം മീനിങ് വെച്ചിട്ട് അതെങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലെ. ഓക്കെ, ഒന്നുമില്ല, ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമിന് മിക്കവാറും മക്കൾക്ക് എന്താണ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരാം. ഒന്നില്ലെങ്കിൽ എന്താണ് ഒരു MCQ ടൈപ്പ് ആയിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സെന്റൻസ് തരും, എന്നിട്ട് ഡയറക്റ്റ് മക്കളോട് എന്ത് ചെയ്യും, ഇത് ഏത് ടൈപ്പ് വാക്യഭേദമാണ് എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട്. ഒരു കുഞ്ഞ് എക്സാമ്പിൾ ഇത് ഇവിടെ തന്നിട്ടുണ്ട് എക്സാമിനുള്ള ചോദിക്കുന്ന രീതി കേട്ടോ. അപ്പൊ ഒന്നുമില്ല, നോക്കിക്കേ, വാക്യ കാ ഭേദ് പെഹചാനിയേ എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. വാക്യഭേദം ഏതാന്ന് മക്കളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, ഷായദ് ഷാം കോ ബാരിഷ് ഹോ ജായേ. ഓക്കെ, ഷായദ് ഷാം കോ, ഈവനിങ് ടൈമിൽ എന്താണ് മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഒരു ചാൻസ് ഷായദ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. അർത്ഥ കെ ആധാർ പർ വാക്യ കാ ഭേദ് ഹേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അർത്ഥ കെ ആധാർ പർ വാക്യഭേദ് ഇതിൽ ഏതാണ് എന്നാണ് മക്കളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. വിധാൻ വാചക് എന്ന് തന്നിട്ടുണ്ട്, സന്ദേഹ് വാചക് വാക്യം എന്ന് തന്നിട്ടുണ്ട്, സങ്കേത് വാചക് എന്ന് തന്നിട്ടുണ്ട്, ഇച്ഛാവാചക് എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാ എന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ആ വാക്യഭേദം മുഴുവനായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇതിന് ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം. മാത്രമല്ല നിങ്ങളുടെ വ്യാകരൺ പാർട്ടിൽ തന്നെ കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഭാഗം ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്യഭേദമായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ 8 വാക്യഭേദങ്ങളാണ് പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചതാണോ, ഇംഗ്ലീഷിൽ ഫുള്ള് നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വാക്യഭേദം എന്ന് പറയുന്നത്. അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഹിന്ദിയിൽ ഇപ്പോൾ ആ സ്ട്രക്ചർ സംഭവം സെന്റൻസ് നമുക്ക് വായിച്ചാൽ തന്നെ സാധനം കത്തും ഏതാന്നുള്ളത്. പിന്നെ എന്താണ് ഈ ഒരു ഇതിനൊക്കെ നമ്മൾ ഹിന്ദി വാക്ക് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുതാതിരിക്കരുത്, കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്ക് മാറാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 8 എണ്ണം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് ഓരോന്നുമായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വിധാൻ വാചക് വാക്യാണ്. മക്കൾക്ക് അറിയാം, അസേർട്ടീവ് സെന്റൻസ് എന്ന് മക്കൾ കേട്ടിട്ടുണ്ട്, ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് കേട്ടിട്ടുണ്ട്. ഒന്നുമില്ല, സാധാരണ നമ്മുടെ ഡിക്ലറേറ്റീവ് സെന്റൻസ് എങ്ങനെയാ വരുന്നത്, സാധാരണ ടൈപ്പ് നമ്മൾ എന്തെങ്കിലും ഇപ്പം കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെന്റൻസ് അല്ലേ. സാധാരണയായിട്ട് എന്തെങ്കിലും ഫാക്ടുകൾ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിനൊരു കുഞ്ഞു ഡെഫിനേഷൻ ഒന്നും പഠിച്ചിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്തായിരിക്കും അതിന്റെ അപ്ലിക്കേഷൻ ലെവലാണ് വരിക, അതെന്താന്ന് കണ്ടുപിടിക്കാനാണ് വരിക കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. ജിൻ വാക്യോ സെ കിസി കാം കെ ഹോനെയാ, എന്തെങ്കിലും ഒരു വർക്ക് നടക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നത്, അല്ലെങ്കിൽ കിസി സാമാന്യ ജാൻകാരി, എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ളൊരു എന്തെങ്കിലും സാമാന്യമായിട്ട് സാധാരണമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാക്ട് നമ്മൾ പറയുവാണെങ്കിൽ അതെന്താണ് നമ്മുടെ ഈ ഒരു വിധാൻ വാചക് വാക്യാണ്. വിധാൻ വാചക് വാക്യം നമുക്ക് ചോദിക്കുന്നത് കുറവാണ് കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് കുറവാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് എക്സാമ്പിൾസ് വായിച്ചാൽ കുറച്ചുകൂടി എളുപ്പം. റാം പഠിത്താ ഹെ, റാം പഠിത്താ ഹെ എന്ന് പറയുന്ന അതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളില്ല. നമ്മൾ സാധാരണ ഒരു സെന്റൻസ് പറയാണ്, റാം പഠിത്താ ഹെ, രാമൻ പഠിക്കുവാണ് എന്നുള്ളത് അല്ലെ. സൂര്യ പൂർവ്വസേ ഉഗ്താ ഹെ, അതൊരു ഫാക്ട് ആണ് അല്ലെ. സൂര്യൻ എന്ന് പറയുന്നത് എന്താണ്, ആ നമ്മുടെ പൂർവിൽ നിന്നുമാണ് ഉദിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫാക്ട് ആണ്, ഒരു സാധാരണ ജാൻകാരിയാണ് അല്ലെ. പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ, ദൂത് കാ രംഗ് സഫേദ് ഹോത്താ ഹെ, അതൊരു ഫാക്ട് ആണ് അല്ലെ. ദൂതിന്റെ രംഗ് എന്ന് പറയുന്നത് എന്താണ്, സഫേദ് ആണ്. ഓക്കെ, അപ്പൊ അത് സാധാരണ രീതിയിൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്ന സെന്റൻസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, വിധാൻ വാചക് എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അത് എന്താണ് നമ്മുടെ ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണെന്ന് ആലോചിച്ചാൽ കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് കത്തും കേട്ടോ. അപ്പൊ അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ നിഷേധ വാചക് വാക്യാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻസിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള മക്കൾക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം നമ്മളെ മലയാളത്തിലെ വാക്കുമായിട്ട് എന്താണ് ഒരുപാട് സാമ്യത ഇതിലുണ്ട്. നിഷേധ വാചക് നോക്കിക്കേ, നിഷേധ വാചക് എന്താണ്, അവിടെ ഒരു നെഗറ്റീവ് സംഭവം, നമ്മൾ നിഷേധിക്കുക, നമുക്ക് വേണ്ട എന്ന് പറയുന്നതാണ് അല്ലെ. അപ്പൊ നോക്കി, നിഷേധവാചക് നെഗറ്റീവ് സെന്റൻസുകൾക്കാണ് നമ്മൾ പറയുന്നത് അല്ലെ. നോക്കിയേ, ജിൻ വാക്യോ സെ കിസി കാം കെ ന ഹോനെയാ, അതായത് ഏതെങ്കിലും ഒരു വർക്ക് നടക്കാതിരിക്കുന്നതിന്റെ നെഗറ്റീവ് ആണ് അല്ലെ. അത് നടക്കാതിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ മനാ ഹോനേക്ക,
ഭൂത് ഹോത്താ ഹേ, അല്ലെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് ഒരു സെന്റൻസിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതിന് നമ്മൾ എന്താണ്, നമ്മുടെ നിഷേധവാചക വാക്യം എന്നാണ് പറയുന്നത്. സാധാരണയായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ നോക്കിയാൽ മതി. ന എന്നുള്ള വാക്ക് കൊണ്ടാണ് നോക്കുക, നഹി ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ മത്. നമ്മൾ മത് കറോ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, ഇത് നമ്മൾ ചെയ്യരുത്, അത് നെഗറ്റീവ് സെന്റൻസ് ആയാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, മത് എന്നുള്ള വാക്ക് വരുന്നില്ലേ. അപ്പൊ മത്, ന, നഹി, ഈ 3 ആൾക്കാരുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിന്റെ ട്രിക്കേ അതാണ്. നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ നമ്മുടെ നിഷേധവാചക വാക്യം കണ്ടുപിടിക്കാനുള്ള എന്തായി, ട്രിക്കായി. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് മക്കൾ നോക്കിക്കേ. റാം നെഹി പഠിത്ത, രാം പഠിക്കാറില്ല. ഓക്കെ, നെഗറ്റീവ് ആണ്, അവിടെ നെഹി നമ്മൾ ഉപയോഗിച്ചു അല്ലേ. നോക്കിക്കേ, ആ ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്, നെഹി ഉപയോഗിച്ചു. ഓക്കെ, ആജ് ധൂപ് നെഹി നിക്ലി, ഇന്ന് വെയിൽ വന്നിട്ടില്ല, നെഹി നിക്ലി. ഓക്കെ, നെഹി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചു. വഹമത് ജാവോ, ഓക്കെ, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. നോക്കിക്കേ, അങ്ങോട്ട് പോകരുത് എന്ന് നമ്മൾ എന്താണ്, ഒരു റെസ്ട്രിക്ഷൻ ആണ് നമ്മൾ പറയുന്നത്, ഒരു നിഷേധമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, നിഷേധ വാചക്, അവിടെ എന്ത് വന്നു, മത്ത് വന്നു. അപ്പൊ മത്ത്, ന, നഹി, ഈ 3 ആൾക്കാരുണ്ടോ എന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക അല്ലെ. ഓക്കെ, നെക്സ്റ്റ് അതിലും നല്ല രസമുള്ള ഒരു പരിപാടിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം, പ്രശ്നവാചക് വാക്യം. പ്രശ്നവാചക്, പ്രശ്ന ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ. ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, പക്ഷെ അതിൽ എളുപ്പമായിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ മലയാളത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രശ്നം ഒരു ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുവാണെങ്കിൽ ആ സെന്റൻസ് നമ്മൾ എന്താ പറയാ, പ്രശ്നവാചക വാക്യം എന്നാണ് പറയുക അല്ലെ. ജിൻ വാക്യോ മേ കോയി സവാൽ യാ പ്രശ്ന പൂച്ചാ ജാതാ ഹെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ നോക്കുക, സവാൽ യാ പ്രശ്നം, എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ആ സെന്റൻസ് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, പ്രശ്നവാചക. क्वेश्चन ഉണ്ട് കേട്ടോ. ഓക്കെ, ഇൻകെ അന്ത് മേ പ്രശ്നവാചക് ചിഹ്ന ലഗാതാ ഹെ, ഇതിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ വെച്ചാൽ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ വളരെ എളുപ്പമല്ലേടാ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലാതെ ഈ ടൈപ്പ് സെന്റൻസ് നമ്മൾ എഴുതാറില്ല. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ആലോചിക്കുക ആ സെന്റൻസ് ഏതാണ്, പ്രശ്നവാചക വാക്യമാണ്. ഒന്ന് കണ്ണും കൂട്ടി നമുക്ക് ആൻസർ എഴുതാൻ പറ്റും അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നോക്കി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, രാം പഠ് രഹാ ഹെ, രാമ പഠിക്കുവാണോ, ക്വസ്റ്റ്യൻ കണ്ടില്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. ആപ്കാ നാം ക്യാ ഹെ, താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, സോ പ്രശ്നവാചക വാക്യാണ്. തും കഹാ ജാ രഹേ ഹോ, നീ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുവാണെങ്കിൽ നോക്കിക്കേ, അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇട്ടു, പ്രശ്നവാചക വാക്യാണ്. ഇതാണ് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സെന്റൻസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ നിങ്ങൾ ആഖ്യാവാചക്. ഇത് 3 ടൈപ്പ് ഉണ്ട്. അത് നിങ്ങൾ എന്താണ് ഇംഗ്ലീഷിൽ തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ആഖ്യാവാചക് വാക്യം എന്നാണ് ഇംപെറേറ്റീവ് സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കുക, ജിൻ വാക്യോം സേ ആഖ്യ, ഒരു ഓർഡർ, നമ്മൾ ഒരാളോട് ഓർഡർ ചെയ്യാണ്, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുവാണ്, ഓർഡർ ചെയ്യാണ്. നോക്കിക്കേ, അല്ലെങ്കിൽ പ്രാർത്ഥന, ഒരു റിക്വസ്റ്റ് ചെയ്യാണ്, അങ്ങനെ ഒന്ന് ചെയ്തു തരൂ, ഒരു റിക്വസ്റ്റ്. നോക്കിക്കേ, യാ അനുമതി, ഒരു പെർമിഷൻ നമ്മൾ മേടിക്കുവാണെങ്കിൽ, ഇതിന്റെ ഒക്കെ ഒരു രീതിയിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും, ആഖ്യാവാചക ആയിരിക്കും, ഇംപെറേറ്റീവ് സെന്റൻസ് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ആഖ്യാവാചക്, ആ വാക്ക് പഠിച്ചേക്ക് കേട്ടോ. ഇവിടുത്തെ ആഖ്യയും ഈ ഓർഡറും ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ. ആഖ്യ, ഓർഡർ ഇറക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് ആഖ്യാവാചകമായിരിക്കും. ആഖ്യ ഇറക്കുന്ന സെന്റൻസുകൾ ആഖ്യാവാചകമായിരിക്കും. ഓർഡർ മാത്രമല്ല, റിക്വസ്റ്റും പിന്നെന്താണ്, പെർമിഷനും നമ്മൾ ഇതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും മക്കൾക്ക്. നോക്കാം, തും ബൈഠ് കർ പഠോ, അത് ഒരു കുട്ടീനോട് നമ്മൾ ആഖ്യ പറയണം, അല്ലെങ്കിൽ വേറൊരാളോട് നീ അവിടെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുവാണ് അല്ലെ. തും ബൈഠ് കർ പഠോ എന്നാണ് പറയുന്നത്. അപ്പൊ അതൊരു ആഖ്യാണ്, ആഖ്യവാചകായി. ഇനി നോക്കാം, കൃപയാ മുझേക്ക് ഗ്ലാസ് പാനി ദീജിയെ, കൃപയ, അവിടെ നമ്മളൊരു റിക്വസ്റ്റ് ആണ് വരുന്നത് അല്ലെ, ഒരു അനുമതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ നോക്കുക, നമുക്ക് ഇങ്ങനെ പ്രാർത്ഥന, എനിക്ക് അങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറയുവാണ് അല്ലെ. ലാസ്റ്റ് നോക്കിക്കേ സെന്റൻസ്, അബ് ആപ് ജാ സക്തേ ഹേ, ഇതൊരാളെന്താണ് പെർമിഷൻ കൊടുക്കുവാണ്, പെർമിഷൻ നമ്മൾ കൊടുക്കുവാണ് അല്ലേ. ഇപ്പൊ നിനക്ക് പോവാം എന്ന് പറയുവാണ്. നോക്കിക്കേ, അബ് ആപ് ജാ സക്തേ ഹേ, ഓക്കെ, ഇപ്പൊ താങ്കൾക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മൾ അനുമതി കൊടുക്കുവാണ്, പെർമിഷൻ കൊടുക്കുവാണ് അല്ലെ. അപ്പൊ ഓർഡർ, പെർമിഷൻ, പിന്നെന്താണ് ഈ ആഖ്യ എന്നുള്ള കാര്യങ്ങൾ, ആഖ്യ, റിക്വസ്റ്റ്, പെർമിഷൻ, ഈ ഒരു 3 കാര്യങ്ങൾ എന്ത് ചെയ്യുക മക്കൾ ആലോചിക്കുക. ഈ ആഖ്യയും ആഖ്യാവാചകവും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് അത് പഠിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഈ 4ാമത്തെ കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി 4 ആൾക്കാരെയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് സെന്റൻസ് നമുക്ക് കൃത്യമാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കില്ലേ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് എന്താണ്, ഓക്കെ, ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അല്ലെ. അപ്പൊ ബോസേ, അടുത്തത്
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വളരെ ഈസിയാണ് കണ്ടുപിടിക്കാൻ. നമ്മുടെ പ്രശ്നവാചകം എങ്ങനെയാണോ നമ്മൾ കണ്ടുപിടിച്ചത് അതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്ത്, വിസ്മയാദി. നോക്കുക, വിസ്മയാദി ബോധക് എന്ന് പറയുന്നത്. ഇയാൾ കുറച്ച് ഈ ഇത്രയും നേരം നമ്മൾ വാചക് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇയാൾ കുറച്ച് ഡിഫറെന്റ് ആണ്. നോക്കണേ, വിസ്മയാദി ബോധക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, വിസ്മയാദി, വിസ്മയ. നോക്കുക, നമ്മുടെ മലയാളമായിട്ട് കണക്ട് ചെയ്യുക. വിസ്മയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഓക്കെ, നമുക്ക് സർപ്രൈസ് അങ്ങനത്തെ എന്തൊക്കെയോ ആണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പൊ അത് തന്നെയാണ് വിസ്മയാദി ബോധക്. നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് ഇത്. നമുക്ക് ഇംഗ്ലീഷിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ, എക്സ്ക്ലമേറ്ററി മാർക്ക് നമ്മൾ നോക്കൂ അല്ലേ, അതേപോലെ തന്നെയാണ് ഹിന്ദിയിലും. വേറെ ഒന്നും നോക്കണ്ട, എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടോ അതെന്തായിരിക്കും, നമ്മുടെ വിസ്മയാദി ബോധകമായിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. ആ പേര് ആലോചിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പം തന്നെയാണ് വിസ്മയാദി. യെസ്, അതിന്റെ അർത്ഥം തന്നെയാണ് അല്ലെ. നോക്കാം, जिन वाक्यों से आश्चर्य, खुशी, ദുഃഖ്, ഘൃണ, ജैसे मन के भाव. ഓക്കെ, मन के ഒരുപാട് ഇമോഷൻസ് അല്ലെ, നമ്മുടെ ആശ്ചര്യ പോലത്തെ, ഖുഷി പോലത്തെ, ദുഃഖ് പോലത്തെ, അല്ലെങ്കിൽ ഘൃണ, ഹേറ്റ് പോലത്തെ എന്താണ് ഒരു ഇമോഷൻസ് നമുക്ക് എന്താണ് കിട്ടുവാണെങ്കിൽ അത് പ്രകടമാകുന്ന എന്താണ് ഈ ഒരു സെന്റൻസുകളെയാണ് നമ്മൾ വിസ്മയാദി ബോധക് എന്ന് പറയുന്നത്. വിസ്മയാദി ബോധകില് ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കും, വിസ്മയാദി ബോധക് ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. ഒന്നില്ല, എക്സ്ക്ലമേറ്ററി മാർക്കിനാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, സാധാരണ ഒരു സാധനമാണ്. അപ്പൊ സെന്റൻസ് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്. നോക്കിക്കേ, വാഹ് വാഹ്. നമ്മളൊരു സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ വാവ് എന്ന് നമ്മൾ പറയുന്ന പോലെ വാ എന്ന് നമ്മൾ പറയാം അല്ലെ. അരെ വാ എന്ന് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ വാ കിത്തനാ സുന്ദര ദൃശ്യം. നോക്കിക്കേ, എത്ര സുന്ദരമായിട്ടുള്ള ദൃശ്യമാണ്. സന്തോഷമാണ് നമുക്ക് വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ആ ഒരു സന്തോഷമാണ് അവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് ഇവിടെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വിസ്മയാദി ബോധക നമുക്ക് കിട്ടി. ഈ അരേ തും കബ് ആയേ, അരേ തും കബ് ആയേ, അവിടെ നമുക്കൊരു ആശ്ചര്യമാണ് കാണുന്നത്. എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ട് കൊടുത്തു. ചില സമയം നമ്മൾ സങ്കടം പറയാനും ഇത് ഉപയോഗിക്കാറ് കേട്ടോ. ഹായ് ഹായ്, അയ്യോ യോ നമ്മൾ പറയാറില്ല, അതന്നെ. നോക്കുക, ഹായ് മേരെ പാർ മേ ചോട്ട് ലഗ് ഗയി ഹെ. നോക്കിക്കേ, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ചോട്ട് പറ്റിയിട്ടുണ്ട്, എന്താ കാല് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി നമുക്ക് അത് ഉപയോഗിക്കാം അല്ലേ. അവിടെ ദുഃഖാണ്, പക്ഷെ എന്താണ് അവിടെയും നമ്മളൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്താണ് സുഖമായിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സോ വിസ്മയാദി ബോധക്. അടുത്ത് നോക്കിക്കേ, നെക്സ്റ്റ് ഇച്ഛാവാചക് വാക്യം. ഇത് നല്ല രസമാണ്. ഇത് ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് വരാറുണ്ട്. ഇത് നമുക്ക് ഒരുപാട് തവണ എന്തിനു ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള സെന്റൻസ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള സെന്റൻസുകൾ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടുള്ളതാ കേട്ടോ. ഇനി അങ്ങോട്ടുള്ള 3 ഒരുപാട് തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നോക്കാം, ഇച്ഛാവാചക്. ഇച്ഛ മീൻസ് എന്താണെന്ന് നമുക്ക് അറിയാം, എന്താണ്, ഡിസയർ ആണ്. എന്തോ ഒരു വിഷ് അല്ലെങ്കിൽ ഡിസയർ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇച്ഛാവാചക് എന്ന് പറയുന്നത് കേട്ടോ. ഒപ്റ്റേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട്. നോക്കാം, ജിൻ വാക്യോं से किसी ഇച്ഛ, ആ സെന്റൻസിൽ നമുക്ക് ഏതെങ്കിലും ഇച്ഛ, അതായത് നമ്മളുടെ വിഷ് അല്ലെങ്കിൽ എന്താണ് ശുഭകാമന, നമ്മളുടെ ബ്ലെസ്സിങ്, നമ്മൾ ഒരാളെ ബ്ലെസ് ചെയ്യുവാണ്. ആശീർവാദ്, ബ്ലെസ് ചെയ്യുക, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചുള്ളത് അല്ലെ. ബ്ലെസ് ചെയ്യുക, ശുഭകാമന മീൻസ് ആശീർവാദ് മീൻസ് എന്താണ്, ബ്ലെസ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു സെന്റൻസ് നമുക്ക് നോക്കിക്കേ, ആക്കി യാത്ര മംഗൾമയ് ഹോ. നമ്മൾ പറയാല്ലേ, എന്താണ് നിങ്ങളുടെ യാത്ര അത് നല്ല മംഗൾമയി ആവട്ടെ, ഒരു ബ്ലെസ്സിങ് പോലെയുള്ള ഒരു സംഭവമാണ് അല്ലെ. നമ്മൾ ഒരാൾക്ക് എന്താണ് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്. ഭഗവാൻ തുമാര ഭലാ കരെ, അതും ഒരു ആശീർവാദമാണ്. നോക്കിക്കേ, ഭഗവാൻ തുമാര ഭലാ കരെ, അതൊരു ഭഗവാൻ നിന്നെ നന്നായിട്ട് നോക്കട്ടെ, നല്ലതാവട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അതും എന്താണ് ഒരു ആശീർവാദം പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ. ഓക്കെ, ഒരു ബ്ലെസ്സിങ്സ് ആണ്. ഇനി കാശ് മേ ഡോക്ടർ ഹോത്ത. ഓക്കെ, ഇതൊരു ഡിസയർ ആണ്. കാശ് ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഡിസയർ ആണ്, വിഷാണ്. സോ എന്താണത്, ഇച്ഛാവാചകാണ്, ഇച്ഛയാണ്. ഇച്ഛ മീൻസ് എന്താണ്, ഡിസയർ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാം. ഡിസയർ, വിഷ് എന്നൊക്കെ പറയുന്നത് ഇച്ഛയായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്തെങ്കിലും ആഗ്രഹം പറയാ, ബ്ലെസ്സിങ്സ് പറയുവാണെങ്കിൽ ഇത് പലപ്പോഴും മക്കൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, പഠിക്കട്ടെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാം. നെക്സ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതിന് എത്രത്തോളം എക്സാമ്പിൾ കിട്ടുമോ അത്രത്തോളം എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. വിഷും പിന്നെന്താണ് ബ്ലെസ്സിങ്സും ആലോചിച്ചാൽ മതി. വിഷ് ആൻഡ് ബ്ലെസ്സിങ്സ്, അതാണ് എന്ത് പറയുന്നത്, ഇച്ഛാവാചക് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കേ, സന്ദേഹവാചക്. ഓക്കെ, സന്ദേഹവാചക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമുക്ക് എക്സാമിന് ഒരുപാട് തവണ അത് ചോദിച്ചിട്ടുണ്ട്. സന്ദേഹ്, അത് എന്ത് ചെയ്യുക, നമ്മൾ മലയാളമായിട്ട് കണക്ട് ചെയ്താൽ മതി. സന്ദേഹം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്, യെസ്, ഡൗട്ട്. അങ്ങനെ സന്ദേഹം നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കാണ്. സന്ദേഹം മീൻസ് എന്താണ്, ഒരു ഡൗട്ടിന്റെ ഒരു സംഭവമാണ് വരുന്നത് അല്ലെ. അത് തന്നെയാണ്, നമുക്കൊരു ഡൗട്ടാണ്, നമുക്കത് ശരിക്കും നടക്കോ ഇല്ലേ നമുക്കറിയില്ല.
അത് നമുക്ക് ഡൗട്ടാണ്. അപ്പൊ നോക്കിക്കേ, സന്ദേഹവാചക് വാക്യം എന്ന് വെച്ചാൽ ഡൗട്ട്ഫുൾ സെന്റൻസിനാണ് നമ്മൾ പറയുന്നത്. നോക്കിക്കേ, ജിൻ വാക്യോമേ കിസി കാം കെ ഹോനെ മേ സന്ദേഹ്, എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നത് നമുക്ക് ഡൗട്ടാണ്, നടക്കോ ഇല്ലേ നമുക്ക് അറിയത്തില്ല. സംഭാവന അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റിയാണ് നമ്മൾ പറയുന്നത്, അത് നടക്കാൻ സാധ്യതയുണ്ട്, പ്രോബബ്ലി നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, അതാണ് സംഭവം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇൻമേ അക്സർ ഷായത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു രീതി എന്ന് വെച്ചാൽ, ഇത് പലപ്പോഴും നമുക്ക് തെറ്റുന്നത് അത് എന്താണ്, നമുക്ക് മനസ്സിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡൗട്ട് ആണോ അല്ലേ എന്ന് മനസ്സിലാവത്തില്ല. പക്ഷേ ഈ ഒരു സെന്റൻസുകൾ ഉണ്ടോ എന്ന് എൻ്റെ മക്കളെ ഒന്ന് നോക്കിയാൽ മതി. ഇതേ ഈ ഒരു കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ചില സെന്റൻസിൽ ഷായത് ചേർക്കും, ഷായത് ഒരു പക്ഷേ മേ ബി അത് ഉണ്ടാകാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ വേണ്ടിട്ടോ. സംഭവത്ത്, ഓക്കെ, സംഭവതഃ അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. സംഭവതഃ അല്ലെ, ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ്. അതേപോലെ ഹോഗ നമ്മൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കും. സെന്റൻസിന്റെ ലാസ്റ്റ് ഹോഗ, ഹോഗി, ഹോഗെ എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, നമ്മൾ ഡൗട്ട് കാണിക്കാനുള്ള ഒരു സംഭവമാണ്. അങ്ങനെ ഉണ്ടാവാം, അറിയത്തില്ല നടക്കുമോ എന്നുള്ളത് അല്ലേ. അപ്പൊ നോക്കിയേ, എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ഷായത് ആജ് വർഷ ഹോഗി, മഴ പെയ്യോ ഇല്ലേ നമുക്കറിയത്തില്ല, ഒരു പ്രോബബിലിറ്റി നമ്മൾ പറയില്ല, ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുവാണ്. അപ്പൊ നമുക്ക് വർഷ റെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഷായത് ഹോഗി എന്ന് പറയുവാണ് അല്ലെ. അതേപോലെ തന്നെ ഉസ്നെ ഖാന ഖാ ലിയാ ഹോഗ, ഓക്കെ, അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം, ഉണ്ടാകാം, വി ഡോണ്ട് നോ, പക്ഷെ ഉണ്ടാകാം എന്ന് നമ്മൾ പറയുവാണ് അല്ലെ. അപ്പൊ നോക്ക, പക്ക നീയേ, നമുക്ക് പക്ക ആയിട്ട് അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല, നമുക്ക് അറിയത്തില്ല അല്ലെ, അത് ഡൗട്ടാണ്, സന്ദേഹാണ് അവിടെ വരുന്നത് അല്ലെ. ഹോ സക്താ ഹേ വ കൽ ആയേ, ഹോ സക്താ ഹേ, ചിലപ്പോൾ അവൻ അവിടെ നാളെ വരാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്, അവിടെ ഒരു ചാൻസ് പറയുവാണ്. സോ അതെന്താണ്, സന്ദേഹവാചകമായിട്ട് നമുക്ക് എടുക്കാം അല്ലെ. ഇനി ലാസ്റ്റത്തെ ആളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തവണ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഇത് മക്കൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. ഇത് 2 സെന്റൻസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഇങ്ങനെയുള്ള സെന്റൻസ് നമ്മൾ ഉണ്ടാക്കാറ് കേട്ടോ. 2 സെന്റൻസ് ഉണ്ടാവും, ഒരു മെയിൻ സെന്റൻസ് ഉണ്ടാവും, ആ മെയിൻ സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും മറ്റേ സെന്റൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പം നമുക്ക് ശരിയാക്കി കൃത്യമായിട്ട് പറഞ്ഞു തരാം. നോക്കാം, ജിൻ वाक्यों में एक क्रिया का होना दूसरी क्रिया पर निर्भर ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. അപ്പം എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പറയാറുണ്ട്, ഇഫ് യു വർക്ക് ഹാർഡ് എന്താണ്, ദെൻ യു വിൽ പാസ് സക്സീഡ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെയാണ് ഇത്. ഇഫ് ക്ലോസ് നമ്മൾ ഇഫ് ക്ലോസ് ഒക്കെ പഠിച്ചിട്ടില്ല, അത് തന്നെ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇത് ഹിന്ദിയിലോട്ടാക്കി മാത്രമേ ഉള്ളൂ. നീ പഠിച്ചാൽ നീ ജയിക്കും, അല്ലെങ്കിൽ നീ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ സംഭവം കേട്ടോ. അത് 2 സെന്റൻസ് എന്താണ്, ഒരു സെന്റൻസ് മറ്റേ സെന്റൻസുമായിട്ട് എന്തായിരിക്കും ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പഠിക്കാം. നോക്കാം, യദി പരിശ്രമം കരോഗി, നീ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തോ പാസ് ഹോ ജാओगे, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ പാസ്സാവും. നീ പരിശ്രമിച്ചാൽ മാത്രമേ പാസ്സാവുള്ളൂ. ഓക്കെ, പാസ്സാവുന്നത് എവിടെയോ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു, നീ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ അതാ പറഞ്ഞ ഒരു സെന്റൻസ് മറ്റേ സെന്റൻസുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ട് കിടക്കുന്നു. നോക്കിക്കേ, അഗർ ബാരിഷ് ഹോഗി, ഓക്കെ, തോ ഫസൽ അച്ചി ഹോഗി, ഇനി അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നല്ല ഫസൽ നമുക്ക് കിട്ടും, നല്ല ക്രോപ്സ് നമുക്ക് കിട്ടും എന്ന് പറയുവാണ്. അവിടെ എന്താണ്, ആ ഒരു 2 സെന്റൻസ് പരസ്പരം എന്താണ് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നു അല്ലെ. തും ആത്തേ തോ മേ ബി ചൽതാ, നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നു എന്ന് പറയുവാണ് അല്ലെ. സോ അപ്പൊ അത് നമ്മുടെ ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷണൽ സെന്റൻസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. ഇഫും വെതറൊക്കെ ഉപയോഗിച്ച് നമ്മൾ അത് എഴുതാറുണ്ട് ഇംഗ്ലീഷിൽ. അതേപോലെ തന്നെയാണ് ഈ ഒരു സങ്കേതവാചകം ഉള്ളത്. ഈ സങ്കേതവാചകമാണ് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചു വെക്കുക. ഇത് വളരെ ഈസി ആയിട്ട് എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ തവണ നമുക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, അർത്ഥയ്ക്ക് ആധാരപ്പർ നമ്മുടെ വാക്യഭേദം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, ഷായത് ഷാം കോ ബാരിഷ് ഹോ ജായേ എന്ന് പറയുന്ന ആ സെന്റൻസ് ഏതിൽ പെടും എന്നുള്ളത്. അപ്പൊ വിധാൻവാചകല്ല എന്ന് തന്നെ നമുക്കൊക്കെ അറിയാം. ഓക്കെ, പിന്നെന്താണ്, സംഗീതവാചകം നമ്മളിപ്പോൾ പഠിച്ച കണ്ടീഷണൽ സാധനമാണ്, അതല്ല. ഇച്ഛാവാചക്, ഓക്കെ, എന്താണ്, നമ്മുടെ ആഗ്രഹമാണ്, നമ്മുടെ ഡിസയർ ആണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കിക്കേ, ഇതല്ല സംഗീതവാചകമല്ല നമ്മൾ പറഞ്ഞു. പിന്നെ സന്ദേഹവാചകാണോ എന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ ഇച്ഛാവാചക് പറഞ്ഞു, അത് വിഷാണ് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഷായത്, സംഭവതഃ, പിന്നെന്താണ് ഈ ഹോഗ, ഇതൊക്കെ വരുന്നത് നമ്മുടെ സന്ദേഹവാചകിലാണ്, നമുക്ക് ഡൗട്ട് ഉള്ള സമയത്താണ് നമ്മൾ വരാറ് എന്ന് പറഞ്ഞു. അപ്പൊ അത് വെച്ച് എന്റെ മക്കൾ കണ്ടുപിടിക്കുന്നത് ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ, ഇതാണ് വരാൻ പോകുന്നത്.
ഓക്കെ, ഇച്ഛാവാചകമല്ല, ഇതുമല്ല അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ 8 എണ്ണം കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് കണ്ണു അടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സെന്റൻസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചെയ്യുക. പിന്നെ നമ്മുടെ 9th CBSE ആപ്പിൽ ചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ചേരുക കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹിന്ദിയിൽ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ കോഴ്സ് A ആണോ B ആണോ പഠിക്കുന്നതെന്നൊന്നും നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ഇടുക കേട്ടോ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ വ്യാകരണം, അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇനിയും കാണാം, ഇനിയും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് കാണാം. ബൈ.